വാൽപ്പാറ ദുരന്തത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അനാഥമായത് 9 കുടുംബങ്ങൾ മാത്രമല്ല, മലപ്പുറത്തെ പാങ് സ്കൂൾ തന്നെയായിരുന്നു. പ്രധാന അധ്യാപിക അജിതയും ഇരുകണ്ണുകൾക്കും കാഴ്ചശക്തിയില്ലാത്ത മജീദ് മാഷും ഉൾപ്പെടെ 5 പേരെയാണ് സ്കൂളിന് നഷ്ടമായത്. പിയൂൺ ഗോപാലകൃഷ്ണൻ, LP വിഭാഗം അധ്യാപിക ഹസ്നത്ത്, LKG അധ്യാപികമാരായ റസീന, യശോദ എന്നിവരാണ് സ്കൂളിൽ ബാക്കിയുള്ളത്. 9 പേരുടെയും മൃതദേഹങ്ങൾ മലപ്പുറത്തെത്തിച്ചു. പാങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം. നമ്മുടെ ഓഫീസിലോട്ട് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സൗകര്യം ആവശ്യമായി വരുന്നവർ നമ്മുടെ ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ 2ാമത്തെ റൂമിൽ എന്തെങ്കിലും ആവശ്യമായി വരുന്നവർക്ക് അവിടെ ബന്ധപ്പെടാം. ഹയർ സെക്കൻഡറിയിലെ റൂം നമ്പർ 2-ൽ മെഡിക്കൽ സേവനം ആവശ്യമുള്ളവർക്ക് അവിടെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ മീഡിയയുടെ ഭാഗത്ത് മുൻചാതിരുണ്ടാവണം. പോലീസും വളണ്ടിയേഴ്സും അല്ലാത്ത ഒരാളുകളും ആംബുലൻസിന്റെ കൂടെ പോകരുത്. ദയവ് ചെയ്ത് പറയുന്നത് കൃത്യമായി അനുസരിച്ചാൽ മാത്രമാണ് നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. ആംബുലൻസിന്റെ അകത്ത് അതിന്റെ കൂടെ നമ്മുടെ പന്തലിലോട്ട് ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ദയവ് ചെയ്ത് നമ്മുടെ മീഡിയ അതുപോലെ വളണ്ടിയേഴ്സ് പോലീസുകാരല്ലാത്ത നമ്മുടെ ആംബുലൻസിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ദയവ് ചെയ്ത് വളണ്ടിയേഴ്സ് അവിടെ വിട്ടുകൊടുക്കണം. നമ്മുടെ ഇവിടെ വന്ന ഓരോരുത്തരും ആംബുലൻസിന് പ്രത്യേകം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കണം. നമ്മുടെ ആശ ടീച്ചറുടെ ഫ്രീസർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഓരോ ആംബുലൻസ് ബോഡി ഇറക്കി ശേഷം അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോട് ഒരുക്കി കൊടുക്കണം. അതേ ആംബുലൻസിൽ തന്നെയാണ്. ദയവ് ചെയ്ത് ആ ആംബുലൻസ് വരുന്നതിന്റെ കഴിഞ്ഞ 14 മണിക്കൂറുകളായി നമ്മൾ പരസ്പരം സഹകരിച്ചു ഈ നിമിഷം വരെ എത്തി. ആംബുലൻസുകൾക്ക് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ ലാസ്റ്റ് ഭാഗത്ത് പാർക്കിംഗിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ആംബുലൻസിന്റെ കൂടെ നടത്തുന്നതും അവർക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. ആളുകൾക്ക് ഒന്ന് സൗകര്യം ഒരുക്കി കൊടുത്താൽ ബുദ്ധിമുട്ടുണ്ടാകരുത്. വളണ്ടിയേഴ്സിലൂടെ പോലീസുകാരുടെ മറ്റു സന്നദ്ധ സംഘടനകളുടെ പതിമൂന്ന് പേരടങ്ങുന്ന സംഘമാണ് ട്രാവലർ വാനിൽ അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്ക് പോയത്. ചെങ്ങോട്ടൂർ സ്വദേശിയായ മുഹമ്മദ് ഫാഹിസായിരുന്നു ട്രാവലറിന്റെ ഡ്രൈവർ. അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം സംഘം മലക്കപ്പാറ വഴി വാൽപ്പാറയിലെത്തി. തുടർന്ന് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് ദുരന്തം. ഗുരുതരമായി പരിക്കേറ്റ 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ട്രാവലർ ഓടിച്ചിരുന്ന ഫാസിദ്, സ്കൂളിലെ ഡ്രൈവർ നൌഷാദ്, സാജിദയുടെ മകൻ ഷഹാദിൻ, മസ്നീൻ എന്നിവരാണ് ചികിത്സയിൽ കഴിയുന്നത്. നാടിന്റെ പ്രിയപ്പെട്ടവർക്ക് വിട നൽകാൻ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും നാട്ടുകാരുമടക്കം 100 കണക്കിന് ആളുകളാണ് സ്കൂൾ വളപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, മലപ്പുറം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.